ഈ 2 ദിവസം മുൻപ് നമ്മൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടു. ഒരു നവജാത ശിശുവിന് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ഡോക്ടറുടെ അനാസ്ഥ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു പോയി. അതിലിപ്പോൾ ഡോക്ടർക്കെതിരെ നടപടിയൊക്കെ വന്നിട്ടുണ്ട്. അതിനും തൊട്ട് പിന്നാലെ ഇന്നലെ നമ്മൾ കേട്ട സംഭവമാണ് ശസ്ത്രക്രിയക്കിടെ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ ഉഷ ജോസഫിന്റെ വയറ്റിനുള്ളിൽ കത്രിക വച്ച് തുന്നിയ സംഭവം. ഈ സംഭവത്തിന് പിന്നാലെ കടുത്ത പ്രതിഷേധമൊക്കെ ഉണ്ടായി. പിന്നെ ഇന്നലെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലൊക്കെയാണ് ആംബുലൻസ് അയച്ചു കൊടുക്കുകയും അവർക്ക് പിന്നീട് ആശുപത്രിയിലേക്ക് അമൃത ആശുപത്രിയിൽ അവരെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. ഉഷ ജോസഫിനെ ഇന്നലെ വൈകിട്ടോടെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അമൽ സുരേന്ദ്രനും ജോയ് മോനും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അതിനു മുൻപ് ഇപ്പോൾ ഈ ഉഷയുടെ മകൻ ഷിബിൻ മാധ്യമങ്ങളെ കാണുന്നു. ഷിബിൻ്റെ പ്രതികരണം നമുക്ക് ഉടനെ തന്നെ അത് ലഭ്യമാകും, അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ അമലും അതേപോലെ ജോയ് മോനും തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം അമലിലേക്ക് പോകാം. അമലെ, ഗുഡ് മോർണിംഗ്. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു സ്ത്രീ കൊടിയ വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഒടുവിൽ തിരിച്ചറിയുന്നു അവരുടെ വയറ്റിൽ ഒരു വലിയ കത്രിക വച്ച് തുന്നിയിരിക്കുകയാണ് എന്ന്. അതിനുശേഷം ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. പുലർച്ചയോടുകൂടി അവരെ ഈ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. കെ സി വേണുഗോപാലിൻ്റെ ഒക്കെ അടിയന്തര ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ ആംബുലൻസ് അടക്കം എത്തിക്കുന്നത്. ഇതിപ്പം എന്ത് സംഭവിച്ചതാണ്? ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രതികരണമോ വിശദീകരണമോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ അമലെ? കാരണം ഈ സംഭവം ഉണ്ടായി കുറച്ചധികം മണിക്കൂറുകളാകുന്നു. സേതു, ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് അധികാരികൾ ആരും ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് കുറേ സമയത്തേക്ക് കുടുംബത്തെ വിളിക്കുവാനോ മറ്റൊരു തരത്തിലോ ബന്ധപ്പെട്ടിരുന്നില്ല. പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതിനെ തുടർന്നാണ് അമ്പലപ്പുഴ MLA അടക്കം ഈ വീട്ടിലെത്തിയത്. ഏകദേശം 10 മണിയോടൊക്കെ അടുപ്പിച്ച് വീട്ടിലെത്തുകയും ഈ പരാതി എന്താണെന്ന് ഇവരിൽ നിന്ന് ചോദിച്ചറിയുകയും അതിൽ കഴമ്പുണ്ട് എന്ന് MLAക്കും മറ്റും മനസ്സിലായതുമാണ്. നമുക്കറിയാവുന്നതാണ് 5 വർഷം മുൻപാണ് ഇത്തരത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ യൂട്രസിലെ ഒരു മുഴ മാറ്റുവാൻ വേണ്ടിയിട്ട് ഉഷ ജോസഫ് ചെല്ലുന്നത്. അതിനുശേഷം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പക്ഷേ കലശലായിട്ടുള്ള വേദന പലപ്പോഴും വന്നതിനെ തുടർന്ന് ഇവർ ആശുപത്രിയെ സമീപിച്ചിരുന്നു. പക്ഷേ മൂത്രത്തിൽ കല്ലാണ് എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കി വിടുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തതെന്നും കുടുംബത്തിന്റെ ആരോപണം വന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ വേദന വല്ലാതെ കലശലാവുകയും മൂത്രത്തിലൂടെ രക്തമടക്കം പ്രവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ കൺസൾട്ടേഷന് വേണ്ടി ഉഷയും ബന്ധുക്കളും ചെല്ലുന്നത്. അപ്പോൾ ഈ ഡോക്ടർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് പിന്നീട് പരിശോധനയ്ക്കും സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനകളിലും MRI സ്കാനിലും അടക്കം ഉഷയുടെ വയറ്റിൽ ഒരു കത്രികയുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും ഇവർ ഈ കാര്യം അറിയിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ ബന്ധുക്കളോടക്കം ഒരു മുറിയിലേക്ക് വിളിച്ച് ഈ വിഷയം തൽക്കാലത്തേക്ക് ഒന്ന് ആരെയും അറിയിക്കാതെ വെക്കുവാനാണ് അവരുടെ ആദ്യം ശ്രമം നടത്തിയത്. പുറത്ത് പറയരുത് എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച തന്നെ ശസ്ത്രക്രിയ ചെയ്ത് ഈ കത്രിക പുറത്തെടുക്കാം എന്നും പറഞ്ഞു. പക്ഷേ ഉഷ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വണ്ടാനത്തേക്ക് പോവുക എന്നത് അങ്ങേയറ്റം ഭയം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് അവർ ഇന്നലെയും പറഞ്ഞത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം ഈ തൊഴിലുറപ്പ് ജോലിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഉഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ത്യാഗം നിറഞ്ഞ ഒരു 5 വർഷങ്ങളാണ് കടന്നുപോയത്. ജോലിക്കിടയിലും മറ്റും കലശലായ വേദന വരും, തളർച്ച വരും, നടുവിനടക്കം വേദനയുണ്ടായിട്ട് നിന്നു പോകുന്ന ഒരു അവസ്ഥയടക്കം ഉണ്ടായി. അപ്പോൾ ഇവരുടെ ഉപജീവനത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, ജീവനെ തന്നെ ആപത്താകുന്ന രീതിയിലായിരുന്നു ഈ ഡോക്ടർമാരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വേണം പറയാൻ. ഏതായാലും ഈ 5 വർഷത്തിനിടയിൽ ഉഷ മറ്റെവിടെയും ശസ്ത്രക്രിയക്കോ മറ്റ് ചികിത്സയ്ക്കോ പോയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ കത്രിക വന്നത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടയിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും. പ്രത്യേകിച്ചും 5 വർഷത്തിന് മുൻപുള്ള ചികിത്സാ രേഖകളടക്കം ഉഷയുടെയും കുടുംബത്തിന്റെയും പക്കലുണ്ട് എന്നാണ് ഇന്നലെ അവർ നമ്മളോട് പറഞ്ഞത്. അതിനിടയിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ട് ഉയർത്തുകയായിരുന്നു കോൺഗ്രസ്. ഇതിനെ തുടർന്ന് കെ സി വേണുഗോപാൽ MP-യുടെ നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ആംബുലൻസായി അടക്കമാണ് ഈ വീട്ടിലെത്തിയത്. പിന്നീട് ഉഷയെ 10:30 എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും അമൃത ആശുപത്രിയിൽ വെച്ച് ചികിത്സ നടത്തുകയും അതിനുശേഷം പരിശോധനകൾക്ക് ശേഷം ഈ ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഉഷയ്ക്ക് നേരെ ഉണ്ടായ അല്ലെങ്കിൽ ഉഷയ്ക്ക് ഉണ്ടായ നീതികേടിനെതിരെ ഇന്ന് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധമാണ് രാവിലെ 9 മണി തൊട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് നടക്കാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉഷ പറഞ്ഞ ഡോക്ടർമാർക്കെതിരെയുള്ള അന്വേഷണവും നടക്കും.
ഓക്കെ അമലെ, ഈ അമലെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും ഗുരുതരം എന്ന് വെച്ചാൽ ഇപ്പം 5 വർഷം മുൻപ് നടന്ന ശസ്ത്രക്രിയയാണ്. അതിനുശേഷം സ്ഥിരമായി വയറുവേദന വരുന്നു. വയറുവേദന വന്നിട്ട് വീണ്ടും ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ചെല്ലുമ്പോഴത്തേനും പറയുന്നത് അത് മൂത്രത്തിൽ കല്ലാണ് എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആശുപത്രിയിൽ നിന്നുണ്ടായത്. പിന്നെ നടത്തിയ പരിശോധനയിലാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തത്. ഇപ്പം അമൃത ആശുപത്രിയിൽ നമ്മുടെ ജോയ്മോനും കൂടിയും ചേരുന്നുണ്ട് തത്സമയം. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. നല്ല പുലർച്ചയോടുകൂടി ഉഷയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു, അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇനി ആശുപത്രി അധികൃതർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശസ്ത്രക്രിയ അടക്കമുള്ളതിലേക്കൊക്കെ കടക്കണം. അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കാമോ? സേതു, ഇന്ന് തന്നെ ഇതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ ഉഷയുടെ മകൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരോടായാലും ഡോക്ടർമാർ, അതായത് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ അധികൃതർ ഇവരോട് സംസാരിച്ചിരുന്നപ്പോൾ പ്രധാനമായും ഇന്ന് രാവിലെ വിദഗ്ധ സംഘം, അതായത് ഡോക്ടർമാരെ വിദഗ്ധ സംഘം ഉഷയെ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിൽ തന്നെയായാലും ഈ കത്രിക കുടുങ്ങിയിരിക്കുന്ന ഏത് ഭാഗത്താണെന്ന് കൃത്യമായി അറിയണം, ആ ഭാഗം ലൊക്കേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാരെ വിദഗ്ധ സംഘം ഇന്ന് രാവിലെ തന്നെ ഉഷയെ പരിശോധിക്കും. അതിനുശേഷം ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 5 വർഷത്തോളമായി ഇത്തരത്തിൽ ഈ വേദന അനുഭവിക്കുന്ന ഉഷ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് ഇത്തരത്തിൽ കത്രിക വയറിൽ കുടുങ്ങിയായിരുന്നു. അതിനുശേഷം ഏറെക്കാലം, അതായത് 5 വർഷത്തോളം കാലം കടന്നുപോയി. ഇതിനിടെ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു. പലപ്പോഴായി പല മരുന്നുകളും അതുപോലെ തന്നെ പല ഡോക്ടർമാരെ മാറി കാണിച്ചിരുന്നെങ്കിലും എന്താണ് ഇത്തരത്തിലൊരു വേദനയിലേക്ക് നയിച്ചതൊരു കാര്യം കണ്ടെത്താൻ സാധിച്ചത്. അതിപ്പോൾ ഉഷയുടെ മകൻ നമ്മളോട് സംസാരിച്ചു. അതിൽ നിന്ന് മനസ്സിലായ ഏതാനും 3 ദിവസം മുമ്പ് വേറൊരു അസുഖവും അല്ലെങ്കിൽ വേറൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണാൻ ചെന്നിരുന്നു. അതുവഴി നടത്തിയ ഒരു എക്സ്റേ എടുക്കണം. അതായത് ഈ 5 വർഷ കാലയളവിൽ ഈ ആദ്യത്തെ ശസ്ത്രക്രിയ, അതായത് യൂട്രസിൽ ഒരു മുഴയുമായി ബന്ധപ്പെട്ട് വണ്ടാരത്ത് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് ഒരു എക്സ്റേയോ അല്ലെങ്കിൽ മറ്റ് സ്കാനുകളോ കാര്യങ്ങളോ നടത്തേണ്ട ഒരു ആവശ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവശ്യം ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അതിൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഈ ഒരു കത്രിക കുടുങ്ങിക്കിടന്ന കാര്യം അറിയാൻ തന്നെ വൈകിയത്. അപ്പോൾ അത് ഇന്നലെ 3 ദിവസം മുമ്പ് നടത്തിയ ഒരു എക്സ്റേയിലാണ് കണ്ടെത്തുന്നത്. പിന്നാലെ അവർ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതരെ കാര്യം ധരിപ്പിച്ചിരുന്നു. അപ്പോൾ അവരിത് അന്ന് തന്നെ, അതായത് ഈ തിങ്കളാഴ്ചയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നാലെയാണ് ഈ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ കുടുംബമായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന്, അതായത് രാവിലെ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തും, അല്ലെങ്കിൽ പോലീസുകാരുമായി സംസാരിച്ചതിന് ശേഷം ഇവിടുത്തെ ഈ അമൃത ആശുപത്രി പരിധി വരുന്ന ഇവിടുത്തെ സ്റ്റേഷനിൽ പരാതി നൽകും. അതുപോലെ തന്നെ പുന്നപ്ര, ഇവരുടെ സ്വദേശമായ പുന്നപ്ര സ്റ്റേഷൻ പരിധി വരുന്ന അമ്പലപ്പുഴയിലും പരാതി നൽകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ പ്രധാനമായും ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഈ സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടും യാതൊരുവിധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ആളുകളോ അല്ലെങ്കിൽ അധികൃതരോ യാതൊരുവിധ സഹായങ്ങളോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ സമീപിച്ചിട്ടില്ല എന്നുള്ള കാര്യവും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊരു കഷ്ടമാണല്ലേ, ഒരു സ്ത്രീ കഴിഞ്ഞ ഈ 5 വർഷമായിട്ട് കൊടിയ വേദന സഹിച്ച് നടക്കുന്നു. ഒടുവിൽ അറിയുന്നതാണ് വയറ്റിനകത്ത് ശസ്ത്രക്രിയ ശേഷം കത്രിക വെച്ച് തുന്നിക്കെട്ടി വിട്ടു എന്ന്. ഇപ്പോൾ ഈ ഉഷ ജോസഫിന്റെ മകന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. അമൃത ആശുപത്രിയിൽ ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുക്കുമെന്നാണ് മകൻ ഷിബിൻ ജോസഫ് പ്രതികരിച്ചത്. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. അവർ ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയാണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അവർ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 4-5 ഡോക്ടേഴ്സ് കൂടി ചേർന്ന് ആലോചിച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറയുന്നത്. കൺസൾട്ട് ചെയ്തിട്ട് പക്ഷേ അവരുടെ കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല. പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചു, നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതാണ് ഷിബിൻ ജോസഫ്, ഉഷയുടെ മകൻ പ്രദേശം. ഇന്നലെ ഉഷയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്തും ഉഷ പറയുന്നുണ്ടായിരുന്നു, ഈ മകനാണ് കഴിഞ്ഞ 5 വർഷവും ഒപ്പം ഉണ്ടായിരുന്നത് എന്നപ്പം അമ്മ സഹിച്ച വേദന എത്രത്തോളമാണെന്ന് ഈ മകന് വളരെ നന്നായിട്ട് അറിയാം. നമുക്കറിയാലോ, നമുക്ക് ഒരു സാധനമൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് എത്രത്തോളമാണ് എന്ന്. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ വിഷയം എന്ന് വെച്ചാൽ ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോഴൊക്കെ അവരെ പറഞ്ഞു, അത് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾക്കൊക്കെ അതിനുപോലും മുതിരുന്നില്ല എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെയൊക്കെ ഒരു പ്രശ്നം. അതിനുപോലും നമ്മുടെ ആശുപത്രിയൊക്കെ എത്ര കണ്ട് സെറ്റായെന്ന് പറഞ്ഞാലും ഈ പശ്ചാത്തല വികസനം
നിശ്ചയമായിട്ടുമുണ്ട്. ഇപ്പം പണ്ടത്തെ ഒരു ആശുപത്രി സെറ്റപ്പേ അല്ല ഇപ്പം നമ്മൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ. പണ്ട് നമുക്ക് പോകാൻ ഇപ്പം എത്ര കാശില്ലെങ്കിലും ഇപ്പം നമ്മൾ പറയും കടം വാങ്ങിച്ചെങ്കിലും മെനയുള്ള ഒരു ആശുപത്രി പോകാം, പ്രൈവറ്റ് ആശുപത്രി പോകുന്നൊക്കെ വിചാരിക്കണം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. സർക്കാർ ആശുപത്രിയുടെയൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറി. പക്ഷേ അവിടെ ഇരിക്കുന്ന ചില മനുഷ്യർ അവരുടെ മാത്രം സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒന്നും മാറുന്നില്ല.